കൊടുത്തുകൊണ്ട് പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തുതി കൊടുത്തുകൊണ്ട് ഇതാ പിതാവിൽ നിന്നും ഇതാ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് ദൈവരാജ്യം സ്വർഗരാജ്യത്തിൽ നിന്നും ദൈവരാജ്യം വരെയുള്ളവേ പിതാവേ ഈ ഭൂമിയിൽ ഞാനായിരിക്കുമ്പോൾ അവിടത്തോടുകൂടെ ആയിരിക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നു വേണ്ടുന്ന ആഹാരം കർത്താവേ തിരുസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഒന്നിനും കുറവില്ലാതെ ഭൂമിയിലായിരിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ അന്നു വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടി ഇതാ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആഗ്രഹിക്കാം, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഭൂമിയിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ നിമിഷം നമുക്കത് തിരിച്ചറിയാം. ദൈവത്തിന്റെ സ്വഭാവമായ ക്ഷമയെ കുറിച്ച് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവേ, ഭൂമിയിൽ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിക്കാൻ ജീവിതം കൊണ്ട് പഠിപ്പിച്ച യേശുവേ, ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു കണ്ടീഷനുമില്ലാതെ ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, പൊറുക്കാൻ, അവിടുത്തെ സ്വഭാവത്തിലായിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് അത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രലോഭകൻ പറയുന്നു, ആരാധന സിംഹത്തെ പോലെ ആരവീഴണമെന്നോർത്ത് അവൻ ചുറ്റി സഞ്ചരിക്കുന്നു. ഇന്ന് ഈ നിമിഷം ഇതാ കർത്താവിന്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ അവനെ എതിർക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിക്കാൻ ഈ നിമിഷം നമുക്ക് അത് ആഗ്രഹിക്കാം. പ്രലോഭനങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഇന്ന് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ സ്വർഗത്തെ കണ്ണുകൾ അടച്ചുകൊണ്ട് സ്വർഗത്തെ കണ്ടുകൊണ്ട് കരങ്ങൾ പിതാവിന്റെ മക്കളേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് പിതാവിനെ മാത്രം കണ്ടുകൊണ്ട് ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന പോലെ നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം.